ദൈവമക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർക്ക് അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം വേണം, അതിനെക്കുറിച്ചൊരു ബോധ്യം വേണം. ബോധ്യമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ നന്മ സ്വന്തമാക്കാൻ കഴിയില്ല. ദൈവമക്കൾ വിശ്വസിക്കണം, വചനം ഇങ്ങനെ പറയുന്നു, ഞാനത് ചെയ്യുമ്പോൾ എനിക്കതിൽ ബ്ലെസ്സിങ് ഉണ്ട്, എനിക്കതിൽ ഒരു വിടുതലുണ്ട്, എനിക്കതിലൊരു നന്മ പ്രാപിക്കാൻ സാധിക്കും. ശരി, വെറുതെ ഇരുന്നാൽ തന്നെ ആശീർവാദമുണ്ട്. ഒരുമിച്ച് സ്തുതിച്ചാൽ അതിൽ അധികം ആശീർവാദമുണ്ട്. ഒരുമിച്ച് വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അധികം ആശീർവാദമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അധികം ആശീർവാദമുണ്ട്. ഒരുമിച്ച് ആത്മീകമായ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോൾ അധികം ദൈവപ്രവൃത്തി ഉണ്ടാകും. മിനിമം ഒരുമിച്ചിരുന്നാൽ പോലും ബ്ലെസ്സിങ് ഉണ്ട്. മിനിമം ഒരുമിച്ച് കൂടിയിരുന്നാൽ തന്നെ അതിൽ അനുഗ്രഹമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. ദൈവമക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ അനുഗ്രഹമുള്ളത്? അവിടെ അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. അവിടെ മധ്യത്തിൽ പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ഒരുമിച്ചിരുന്നാൽ തന്നെ അവിടെ ഒരു ആശീർവാദം ഉണ്ടാകും. കർത്താവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ ഒരു വിടുതലുണ്ട്.